സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരുന്നു. വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയതിനു പിന്നാലെയാണ് ഇഡിയും വിവരശേഖരണം തുടങ്ങിയത്. പ്രളയത്തിന് ശേഷം തന്റെ മണ്ഡലമായ പറവൂരിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയെക്കുറിച്ചാണ് അന്വേഷണം നടത്തുക. വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട വി.ഡി. സതീശന്റെ വിദേശയാത്ര, പണപ്പിരിവ്, പണത്തിന്റെ വിനിയോഗം എന്നിവയും ഇഡി പരിശോധിക്കും. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസെടുത്ത് തുടർ നടപടികളിലേക്കും ഇഡി കടക്കും. പരാതിക്കാരുടെയും സംഭവവുമായി ബന്ധപ്പെട്ടവരുടെയും മൊഴി വിജിലൻസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഇഡി വിജിലൻസിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശൻ എം.എൽ.എ. പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു പുനർജനി. പ്രദേശത്ത് വീട് വെച്ച് നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു വിഭാവന ചെയ്തിരുന്നത്. ഇതിനായി വിദേശത്ത് നിന്നടക്കം പണം കൈപ്പറ്റി എന്നുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിജിലൻസ് രഹസ്യ പരിശോധന നടത്തിയിരുന്നു. പിന്നാലെ സർക്കാർ അനുമതിയോടെ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെയും അന്വേഷണ സംഘങ്ങൾ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കെ. സുധാകരന്റെ ആസ്തിയും വരുമാനവും കണ്ടെത്താനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭാ സെക്രട്ടറി ജനറലിന് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP കത്ത് നൽകിയിരിക്കുകയാണ്. MP എന്ന നിലയിൽ സുധാകരന്റെ വരുമാനങ്ങളുടെ വിശദാംശങ്ങൾ നൽകാനാണ് നിർദ്ദേശം. സുധാകരന്റെ കഴിഞ്ഞ 15 വർഷത്തെ വരുമാനവും സ്വത്ത് സമ്പാദനവുമാണ് അന്വേഷിക്കുന്നത്. പുതിയ അന്വേഷണമല്ലെന്നും 2021 തുടങ്ങിയതാണെന്നും വിജിലൻസ് സ്പെഷ്യൽ സെൽ പറഞ്ഞു. സുധാകരനെതിരെ മോൺസന്റെ തട്ടിപ്പ് കേസ് ഉയർന്നപ്പോൾ തന്നെ ഇഡിയും അന്വേഷണം തുടങ്ങിയിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇഡി മോൺസന്റെ മുൻ ജീവനക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. 10 ലക്ഷം രൂപ മോൺസൺ മാവുങ്കൽ സുധാകരന് കൈമാറുന്നത് കണ്ടെന്ന് മുൻ ഡ്രൈവർ അജിത്ത് ഇഡിക്ക് മൊഴി നൽകിയിരുന്നു. മോൺസന്റെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കുന്ന ഡയറിയും ഇഡിക്ക് ലഭിച്ചിരുന്നു.